പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. യേശു പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതിയിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുകയാണ്. പ്രവാചകന്മാരും ദൈവപുത്രനായ യേശുവും ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് അനുതപിക്കാനും മാനസാന്തരപ്പെടുവാനുമാണ്. എന്തുകൊണ്ടാണ് യേശു അനുതപിക്കുവാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത്? ഭൂമിയിൽ തിന്മ വർദ്ധിച്ചു വരുന്നത് യേശു കണ്ടു. ഉൽപ്പത്തി 6:5 ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ജനങ്ങളോട് അനുതപിക്കാൻ യേശു ആവശ്യപ്പെട്ടത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. എന്താണ് ദൈവരാജ്യം? റോമ 14:17 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. വചനമാകുന്ന യേശു വരുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നാം അതെല്ലാം ചെയ്യണം? അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആദ്യമേ നാം എന്താണ് സുവിശേഷം എന്നറിഞ്ഞിരിക്കണം. റോമ 1:16 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ എപ്രകാരമാണ് നാം ജീവിക്കേണ്ടതെന്ന് ദൈവം നൽകുന്ന സന്ദേശമാണ് സുവിശേഷത്തിൽ ഉൾക്കൊള്ളുന്നത്. അത് മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെയാണ് അഭിലഷിക്കുന്നത്. ആത്മാവിനെ രക്ഷിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 തിരുവചനങ്ങളിലൂടെ യാക്കോബ് ശ്ലീഹ അത് വ്യക്തമായി പറയുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത്. പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിച്ച് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് പാപബോധവും പശ്ചാത്താപവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു തരുന്നതും പരിശുദ്ധാത്മാവാണ്. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനാണ് നാം അനുദിനം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.